ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലേ, പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ സ്റ്റോറിയൊക്കെ പഠിച്ചു കഴിഞ്ഞു. ദ 1 and 4 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നമ്മൾ സ്റ്റോറിയൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലേ. എല്ലാവരും പേജ് നമ്പർ 25 എടുക്കൂ. 25. ഓക്കെ, മീനിങ്സ് ആണ് നമുക്കിന്ന് മുതൽ ആക്ടിവിറ്റീസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് മീനിങ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. നമ്മുടെ സ്റ്റോറിയിൽ കുറച്ച് ഹാർഡ് വേർഡ്സൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ പുതിയ കുറച്ച് വേർഡ്സൊക്കെ ഉണ്ട്, അതിൻ്റെ മീനിങ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, ലിസൺ ഹിയർ. മില്യൺ, 1,000 thousands. Million, 1,000 thousands. Generous, giving a lot. Wise, having knowledge. Dragon, an imaginary being with wings and breathing fire. Resumed, started again. Pleaded, begged earnestly. Hesitation meaning wanting not to do something because you are not able to decide what to do. Pearl, gem formed in the shell of the oyster. Gem formed in the shell of the oyster. Treasure, store of money, gold and other valuable things. Set off, started. Delighted, very pleased. Delighted meaning very pleased. Forehead, told, beforehand, predicted. Seek, search for and find. Inn, a small country hotel. Casket, a small box for holding jewels. Grateful, feeling thankful. Magnificent, very beautiful and impressive. Okay, first one, million, 1,000, 1,000, ആയിരങ്ങൾ. മില്യൺസ് എന്ന് പറഞ്ഞാൽ 1,000, thousands. Generous എന്താണ്? ഗിവിങ് എ ലോട്ട്, ധാരാളം. ഗിവിങ് എ ലോട്ട്, ധാരാളം നൽകുക. ഗിവിങ് എ ലോട്ട്. ഓക്കെ. വൈസ്, ഹാവിങ് നോളജ്, അറിവ്. നോളജ്, അറിവുള്ളത്. വൈസ്, ഹാവിങ് നോളജ്. Dragon, an imaginary being with wings and breathing fire. എന്താണ് ഡ്രാഗൺ മീനിങ് എന്താണ്? ചിറകുകളും, വിങ്സും, ഫയർ, ബ്രീത്തിങ് ഫയർ, അതായത് ചിറകുകളും തീ ബ്രീത്ത് ചെയ്യുന്ന ഒരു സാങ്കല്പിക ജീവിയാണ്. ഇമാജിനറി ആയിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഡ്രാഗൺ എന്ന് പറയുന്നത്. ആൻഡ് ഇമാജിനറി ബീയിങ് വിത്ത് വിങ്സ് ആൻഡ് ബ്രീത്തിങ് ഫയർ, ചിറകുകളും തീ ശ്വസിക്കുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ജീവിയെയാണ് നമ്മൾ ഡ്രാഗൺ എന്ന് പറയുന്നത്. ഓക്കെ. റെസ്യൂം, സ്റ്റാർട്ടഡ് അഗെയിൻ, പിന്നെയും തുടരുക. ഓക്കെ. പ്ലീഡഡ്, ബെഗ്ഡ് ഏർണസ്റ്റ്ലി, പ്ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലീഡ്, ആത്മാർത്ഥമായിട്ട് യാചിക്കുക. ഏർണസ്റ്റ്ലി. ഹെസിറ്റേഷൻ, wanting not to do something because you are not able to decide what to do. എന്താണ് ഹെസിറ്റേഷൻ? അതായത് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയാത്തതിനാൽ, എന്താണോ ചെയ്യാൻ കഴിയുക എന്നത് അതൊരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്തതിനാൽ എന്തെങ്കിലും ചെയ്യാതിരിക്കൽ, അതായത് അത് ചെയ്യാതെ ഇരിക്കാൻ ആഗ്രഹിക്കുക. Pearl, gem formed in the shell of the oyster. Gem formed in the shell of the oyster. എന്താണ് പേൾ? അതായത് ഈ മുത്തുച്ചിപ്പി എന്ന് പറയില്ലേ, ഷെല്ലിലെ രത്നം രൂപപ്പെടുന്നതിനാണ് പേൾ എന്ന് പറയുന്നത്. ജേം ഫോംഡ് ഇൻ ദ ഷെൽ ഓഫ് ദ ഓയിസ്റ്റർ.
ട്രഷർ, സ്റ്റോർ ഓഫ് മണി, ഗോൾഡ് ആൻഡ് അതർ വാല്യുബിൾ തിങ്സ്. എന്താണ് ട്രഷർ? ട്രഷർ എന്ന് പറഞ്ഞാൽ നിധി അല്ലേ. എന്താണ്? പണം, ഗോൾഡോ നമ്മുടെ മണിയോ അങ്ങനെ വിലപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ എന്നിവയുടെ ഒരു സ്റ്റോർ, സംഭരണം, സ്റ്റോർ ചെയ്യുന്നതിനാണ് നിധി എന്ന് പറയുന്നത്. സ്റ്റോർ ഓഫ് മണി, ഗോൾഡ് ആൻഡ് അതർ വാല്യുബിൾ തിങ്സ്. പണം, ഗോൾഡ്, പിന്നെ എന്താണ് മറ്റ് വാല്യുബിൾ ആയിട്ടുള്ള വിലപിട തിങ്സ്, വാല്യുബിൾ തിങ്സ് എന്നിവയുടെ ഒരു സ്റ്റോർ, സംഭരണിയാണ് നമ്മൾ നിധി എന്ന് അതായത് ട്രഷർ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് സ്റ്റാർട്ടഡ്, തുടങ്ങുക. സെറ്റ് ഓഫ് സ്റ്റാർട്ടഡ്. ഡിലൈറ്റഡ്, വെരി പ്ലീസ്ഡ്. ഡിലൈറ്റഡ് എന്താണ് മീനിങ്? വെരി പ്ലീസ്ഡ്, പ്ലീസ്ഡ് ആയിട്ടുള്ള, വളരെ സന്തോഷത്തിലുള്ള. ഓക്കെ. foretold, told beforehand, predicted. Foretold meaning told beforehand, predicted. എന്താണ് ഫോർടോൾഡിൻ്റെ മീനിങ്? മുൻകൂട്ടി, അതായത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ അല്ലെങ്കിൽ മുൻകൂട്ടി പറഞ്ഞത് അല്ലെങ്കിൽ പ്രവചിച്ചത് എന്നൊക്കെ പറയാം. പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ വിചാരിച്ചിരുന്നത്, പ്രവചിച്ചിരുന്നത്. ഓക്കെ. സീക്ക്, സെർച്ച് ഫോർ ആൻഡ് ഫൈൻഡ്. സീക്ക് എന്താണ് മീനിങ്? സെർച്ച് ഫോർ ആൻഡ് ഫൈൻഡ്, അന്വേഷിക്കുകയും അത് ഫൈൻഡ് ചെയ്യുകയും കണ്ടെത്തുകയും ചെയ്യുക, അല്ലെങ്കിൽ സെർച്ച് ഫോർ ആൻഡ് ഫൈൻഡ്, അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നതിനെ. നെക്സ്റ്റ്, ഇൻ എ സ്മോൾ കൺട്രി ഹോട്ടൽ, ഒരു നാടൻ ഹോട്ടൽ എന്ന് പറയാം. എ സ്മോൾ കൺട്രി ഹോട്ടൽ. കാസ്കേറ്റ്, എ സ്മോൾ ബോക്സ് ഫോർ ഹോൾഡിംഗ് ജുവൽസ്. എന്താണ് കാസ്കേറ്റ്? കാസ്കേറ്റ് എന്ന് പറഞ്ഞാൽ എ സ്മോൾ ബോക്സ് ഫോർ ഹോൾഡിംഗ് ജുവൽസ്. കാസ്കേറ്റ് മീനിങ്സ് ഒരു എന്താണ്, നമ്മുടെ ജുവൽസൊക്കെ, നമ്മുടെ സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുന്ന ഒരു ചെറിയ ബോക്സിനെയാണ് കാസ്കറ്റ് എന്ന് പറയുന്നത്. എന്താണ്? എ സ്മോൾ ബോക്സ് ഫോർ ഹോൾഡിംഗ് ജുവൽസ്. ആഭരണപ്പെട്ടി എന്നൊക്കെ പറയാം. ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന, സ്റ്റോർ ചെയ്യുന്ന എന്താണ് ചെറിയ ബോക്സ്, കാസ്കറ്റ്. ഗ്രേറ്റ്ഫുൾ, ഫീലിംഗ് താങ്ക്ഫുൾ. എന്താണ് ഗ്രേറ്റ്ഫുൾ മീനിങ്? ഫീലിംഗ് താങ്ക്ഫുൾ, നന്ദി തോന്നിക്കുന്ന, ഫീലിംഗ് താങ്ക്ഫുൾ ആയിട്ടുള്ളത്. മാഗ്നിഫിസൻറ്റ്, വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇംപ്രസീവ്. എന്താണ് മാഗ്നിഫിസൻറ്റ്? വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇംപ്രസീവ്, വളരെ മനോഹരവും വളരെ ബ്യൂട്ടിഫുള്ളും ആകർഷണീയമായതും. എന്താണ് ആകർഷണീയമായതും? ഇംപ്രസീവ് ആയിട്ടുള്ളത്, ആകർഷണീയവുമായതിനെയാണ് മാഗ്നിഫിസൻറ്റ് എന്ന് പറയുന്നത്. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇംപ്രസീവ്. ഓക്കെ. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. നമുക്ക് മീനിങ്സ് എന്ന് പഠിച്ചത് നോട്ടിലോട്ട് എഴുതണം. ഓക്കെ. മില്യൺ മീനിങ് 1,000, 1,000, 1,000, thousands. ഓക്കെ. നെക്സ്റ്റ്, ജനറസ്, ഗിവിങ് എ ലോട്ട്, ധാരാളം നൽകുന്ന, ജനറസ് ആയിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡ്രാഗൺ, an imaginary being with wings and breathing fire. An imaginary being with wings and breathing fire. Magnificent, very beautiful and impressive. Very beautiful and impressive. Delighted, very pleased. Delighted, very pleased. Set off, started. Set off meaning started. Okay, last one, treasure, store of money, gold and other valuable things. എന്താണ് treasure meaning? store of money, gold and other valuable things. അപ്പോൾ ഇത്രയും മീനിങ്സ് 3 times നീറ്റായിട്ട് ലൈനൊക്കെ ടച്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കറക്റ്റായിട്ട് കാണിക്കുക. ഓക്കെ. ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഫില്ലിങ് ദ ബ്ലാങ്ക്സും ക്ലൂസൊക്കെ, അതായത് നമ്മുടെ കോണ്ടിനെൻസും ഓഷ്യൻസൊക്കെ ക്ലൂസിൻ്റെ ബേസിൽ നമ്മൾ എഴുതി നോട്ട് വർക്കൊക്കെ ചെയ്തു. ബാക്കി ആക്ടിവിറ്റീസാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. ആൻസർ ദ ഫോളോയിങ്
question. Okay, page number 146 എടുക്കൂ. 146. ഓക്കെ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ, വാട്ട് ഈസ് യുറേഷ്യ? വാട്ട് ഈസ് യുറേഷ്യ? വെയർ ഈസ് ഇസ്തുമസ് ഓഫ് പനാമ? വൈ ഈസ് അന്റാർട്ടിക്ക ദ കോൾഡസ്റ്റ് കോണ്ടിനെന്റ്? Fourth one, define the following terms: mountain, plain, and plateau. Last one, how are oceans useful? How are oceans useful? Okay, first one, what is Eurasia? What is Eurasia? അപ്പോൾ കോണ്ടിനെൻറ്റ്സ് ഓഫ് വേൾഡിൽ നമ്മൾ യൂറോപ്പിനെ കുറിച്ച് പഠിച്ചല്ലേ, യൂറോപ്പിനെ കുറിച്ച് പഠിച്ചു. 6th ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ 6th ലാർജസ്റ്റ് കോണ്ടിനെൻ്റ് ആണ് യൂറോപ്പ് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് യുറേഷ്യ? യൂറോപ്പ് ഈസ് നോൺ ആസ് എന്താണ് യുറേഷ്യ അലോങ് വിത്ത് ഏഷ്യ. അപ്പോൾ എന്താണ് യുറേഷ്യ? യൂറോപ്പ് ഈസ് നോൺ ആസ് യുറേഷ്യ അലോങ് വിത്ത് ഏഷ്യ. ഓക്കെ, where is Isthmus of Panama? Where is Isthmus of Panama? എന്താണ് ആൻസർ? Isthmus of Panama is narrow piece of land which connected South America with North America. അപ്പോൾ where is Isthmus Panama? എവിടെയാണ് Isthmus of Panama? is narrow piece of land which connects South America with North America. Okay. Why is Antarctica the coldest continent? Why is Antarctica the coldest continent? എന്തുകൊണ്ടാണ് Antarctica is the coldest continent? As it lie in the extreme south of the world around the South Pole. അതാണ് ആൻസർ. നെക്സ്റ്റ്, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്: മൗണ്ടെയിൻ, പ്ലെയിൻ ആൻഡ് പ്ലാറ്റോ. നമ്മൾ മൗണ്ടെയിനും പ്ലെയിനും പ്ലാറ്റോനെ കുറിച്ച് പഠിച്ചതാണല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് നോട്ടിൽ എഴുതണം. ഹൗ ആർ ഓഷ്യൻസ് യൂസ്ഫുൾ? എങ്ങനെയൊക്കെയാണ് ഓഷ്യൻസ് ഹെൽപ്ഫുൾ ആവുന്നത്? ദ ഷെൽട്ടർ മെനി സീ ആനിമൽസ്. നമ്മുടെ കടലിലുള്ള ആനിമൽസ്, സീ ആനിമൽസിന് ഒരുപാട് ഷെൽറ്ററിനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓഷ്യൻസ്. പിന്നെന്താണ്? സോൾട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സീ വാട്ടർ. സീ വാട്ടറിൽ നിന്നാണ് നമ്മൾ സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ് പഠിച്ചത്? ഇലക്ട്രിസിറ്റി, അതായത് ഓഷ്യൻ ഹെൽപ്പ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം ടൈഡൽ വേവ്സ്. ടൈഡൽ വേവ്സിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി എന്താണ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ ഒരുപാട് യൂസസ് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോട്ടിൽ എഴുതണം. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. പ്ലീസ് ലിസൺ ഹിയർ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ടായിരുന്നു, അതിൻ്റെ ആൻസർ നോട്ടിൽ എഴുതണം അല്ലേ. ഓക്കെ, എല്ലാവരും ഡേറ്റ് ആൻഡ് ഡേ ഇടുക. വാട്ട് ഈസ് യുറേഷ്യ? വാട്ട് ഈസ് യുറേഷ്യ? ആൻസർ: യൂറോപ്പ് ഈസ് നോൺ ആസ് യുറേഷ്യ അലോങ് വിത്ത് ഏഷ്യ. യൂറോപ്പ് ഈസ് നോൺ ആസ് Eurasia along with Asia. Second one, where is Isthmus of Panama? Where is Isthmus of Panama? Answer: Isthmus of Panama is a narrow piece of land which connected South America with North America. Next one, why is Antarctica the coldest continent? Why is Antarctica the coldest continent? Antarctica is the coldest continent as it lies in the extreme south of the world around the South Pole. The South Pole. Answer: Antarctica is the coldest continent as it lies in the extreme south of the world around the South Pole. Okay, next, define the following terms. First one, mountain. Mountain. A mountain is a raised level of land with sloping side and a sharp peak.
എന്താണ് മൗണ്ടെയിൻ? എ മൗണ്ടെയിൻ ഈസ് എ റൈസ്ഡ് ലെവൽ ഓഫ് ലാൻഡ് with sloping sides and a sharp peak. Next, plain. A plain is a flat land. A plain is a flat land. In a plain there are no mountains, hills or plateau. Plain എന്താണ് plain? Plain എന്ന് പറഞ്ഞാൽ a plain is a flat land. Plain is a flat land. In a plain there are no mountains, hills or plateaus. Okay, next, plateau. A plateau is an area of rice land with a flat top. A plateau is an area of raised land with a flat top. Okay, last one. How are ocean useful? How are ocean useful? They shelter many sea animals. They act as waterways for transportation. Salt is produced from seawater. Salt is produced from seawater. അപ്പോൾ യൂസസ് ആണ് ഓഷ്യൻ്റെ യൂസസ്. 3 പോയിൻറ്റ്സ് പഠിച്ചാൽ മതി. ടെക്സ്റ്റിൽ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ 3 പോയിൻറ്റ്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. They shelter many sea animals. They act as waterway for transportation. Salt is produced from seawater. Salt is produced from seawater. അപ്പോൾ 3 പോയിൻറ്റ്സ്. അപ്പോൾ നോട്ട്സ് നന്നായിട്ട് എഴുതുക, നീറ്റായിട്ട് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സൊക്കെ കറക്റ്റ് ടൈമിൽ കാണിക്കുക. ഓക്കെ ഡിയർ ചിൽഡ്രൻ, നമ്മൾ ഹിന്ദിയിൽ ബൽവാൻ കോൻ എന്ന ലെസണാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഹാത്തിയുടെ സൂട്ട് എന്താണ്? ആനയുടെ തുമ്പിക്കൈയിൽ ചീണ്ടി കടിച്ചു അല്ലേ? യെസ്. അതിനുശേഷം നമുക്ക് പഠിക്കാം എന്താണ് സംഭവിച്ചതെന്ന് കേട്ടോ. കണ്ടിന്യൂവേഷനാണ്. ഓക്കെ, all of you take your text and look page number 26. Page number 26. मैं आगे से किसी भी पशु पक्षी को तंग नहीं करूँगा और न ही अपनी शक्ति पर घमंड करूँगा. मैं समझ गया हूँ कि कभी किसी को छोटा नहीं समझना चाहिए. എന്താണ് പറയുന്നത്? मैं आगे से किसी भी पशु पक्षी को तंग नहीं करूँगा. എന്താണ്? ഞാനിനി ഒരു മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കില്ല. और न ही अपनी शक्ति पर घमंड करूँगा. തൻ്റെ ശക്തിയിൽ അഹങ്കരിക്കുകയുമില്ല. തൻ്റെ ശക്തിയിൽ അഹങ്കരിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഹാത്തി പറയുവാണ്, മെയിം സമച്ച് ഗയാക്കി, ഞാൻ മനസ്സിലാക്കിയത് എന്തെന്നാൽ കഫി കിസിക്കോ ചോട്ടാ നഹി സമച്ന ചാഹിയേ. എന്താണ്? ആരും ഒരിക്കലും ചെറുതായി കണക്കാക്കരുതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യഹ് സുൻകർ ചീണ്ടി हाथी की सूंड से बाहर निकल आई. യഹ് സുൻകർ, ഇത് കേട്ടുകൊണ്ട്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഉറുമ്പ് ആനയുടെ തുമ്പിക്കൈയുടെ പുറത്തേക്ക് വന്നു. സൂട്ട് സെ ബാഹർ നികലായി. തുമ്പിക്കൈയിൽ കടിച്ചു വച്ചേക്കുമായിരുന്നു. പതിയെ തന്നെ ആ കടിയുടെ പിടിവിട്ട് പുറത്തേക്ക് വന്നു. ഉസ്കെ ബാഹർ ആത്തെ ഹി ഹാത്തി കോ ദർദ് സെ ചുട്കാര മിൽ ഗയ. उसके बाहर आते ही ഹാത്തി കോ ദർദ് സെ ചൂട്ട്കാര മിൽ ഗയ. എന്താണ്? അത് കേട്ടപ്പോൾ തന്നെ ഹാത്തിക്കോ, അത് കേട്ടു ചീണ്ടി എന്ത് ചെയ്തു? സൂട്ട് പർ കടിച്ചു ഇരിക്കുകയായിരുന്നു, തുമ്പിക്കൈയിൽ കടിച്ചിരിക്കുമായിരുന്നു. തുമ്പിക്കൈയിലെ കടിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി അല്ലേ? പുറത്തേക്ക് ഇറങ്ങി വന്നതും ഹാത്തിക്ക് എന്തായി? ദർദ് സെ ചൂട്ട്കാര, വേദനയിൽ നിന്നും ഒരു ഇളവ് സംഭവിച്ചു. വേദനയിൽ നിന്നും ഒരു മോചനം കിട്ടി. മിൽഗയ, ചൂട്ട്കാര മിൽഗയ. इस प्रकार एक नन्ही सी चींटी ने विशालकाय हाथी का घमंड चूर चूर कर दिया. എന്താണ് പറയുന്നത്? ഇസ് പ്രകാർ, ഇങ്ങനെ, ഈ രീതിയിൽ ഒരു ചെറിയ ഉറുമ്പിന് ഭീമനായ ആനയുടെ അഹങ്കാരം
എന്ത് ചെയ്തു? चूर चूर തകർത്തു चूर चूर कर दिया. इस प्रकार एक नन्ही सी चींटी ने विशालकाय हाथी का घमंड चूर चूर कर दिया. വിശാൽക്കായ ഭീമൻ, ഭീമനായ ഹാത്തി അറിയാലോ, ഭീമനായ ആനയുടെ ഘമണ്ട് അഹംഭാവം, അഹങ്കാരം ചൂർ ചൂർ കർദിയ. ചൂർ ചൂർ കർണ എന്താണ്? ചൂർ ചൂർ തകർത്തെറിയുക, തകർത്തെറിഞ്ഞു, തകർത്തു. കേട്ടോ? ഓക്കെ, വൺസ് മോർ ടു റീഡിങ്, പ്ലീസ് ലിസൺ. മെയിം ആगे से लिसन. मैं आगे से किसी भी पशु पक्षी को तंग नहीं करूँगा और न ही अपनी शक्ति पर घमंड करूँगा. मैं समझ गया हूँ कि कभी किसी को छोटा नहीं समझना चाहिए. यह सुनकर चींटी हाथी की सूंड से बाहर निकल आई. उसके बाहर आते ही हाथी को दर्द से छुटकारा मिल गया. इस प्रकार एक नन्ही सी चींटी ने विशालकाय हाथी का घमंड चूर चूर कर दिया. ഓക്കെ ചിൽഡ്രൻ, നമ്മൾ എന്താണ് അപ്പോൾ ഈ ലെസണിൽ നിന്ന് പഠിച്ചത്? അഹങ്കാരം ഒട്ടുമേ പാടില്ല, അഹങ്കാരം നല്ലതല്ല. താൻ വലിയവനാണ്, താൻ വലിയവനാണ്, വേറൊരാൾ ചെറിയവനാണ് എന്നുള്ള അഹങ്കാരം പാടില്ല. ഒരു നിസ്സാരനായ ഉറുമ്പിൻ്റെ വേദന കൊണ്ട് ഹാത്തി കുറേ സമയം വേദന കൊണ്ട് പുളഞ്ഞു അല്ലേ? യെസ്. മാപ്പ് പറയുകയും ചെയ്തു. അവസാനം ഭീമനായ ആനയെ നിസ്സാരനായ ഉറുമ്പ് കടിച്ചതുകൊണ്ട്, ആ വേദന കൊണ്ട് പഠിച്ച പാഠമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പോൾ ആരും ആരേക്കാളും വലുതല്ല, അഹങ്കാരം കാണിക്കാനും പാടില്ല, വേറൊരാളെ ചെറുതായിട്ട് കാണാൻ പാടില്ല, ആരും ഒരിക്കലും ചെറുതായി കണക്കാക്കരുതെന്നാണ് നമ്മൾ ഈ പാഠത്തിൽ മനസ്സിലാക്കുന്നത്. ഓരോരുത്തർക്കും അതിൻ്റെ ഓരോരോ എഫർട്ടുണ്ട്, കഴിവുണ്ടല്ലേ, എബിലിറ്റി ഉണ്ട്. യെസ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഹങ്കാരം നല്ലതല്ല. നോട്ട്ബുക്കിൽ എഴുതാം, ഹാർഡ് വേർഡ്സ് വായിക്കാം ടീച്ചർ. ശക്തി. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്, റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ. ദെൻ ഫസ്റ്റ് വൺ ശക്തി. ശക്തി എന്താണ്? സ്ട്രോങ്, ബലം. ഘമണ്ട്, അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം. ചൂട്ട്കാര. ചൂട്ട്കാര മീൻസ് ഇളവ് അല്ലെങ്കിൽ കിഴിവ്. ദെൻ വിശാലകായ്. വിശാലകായ് ഭീമൻ. ചൂർ ചൂർ. ചൂർ ചൂർ മീൻസ് എന്താണ്? തകർക്കുക. ദെൻ നൻഹി. നൻഹി മീൻസ് സ്മോൾ, ചെറിയ. നൻഹി ചീണ്ടി, ചെറിയ ഉറുമ്പ്, നൻഹി. ഓക്കെ, വൺസ് മോർ ടു റീഡിങ്. ശക്തി, ഘമണ്ട്, ചൂട്ട്കാര, വിശാലകായ്, ചൂർ ചൂർ, നൻഹി. ഇത്രയും വേർഡ്സ് നീറ്റായിട്ട് 5 ടൈംസ് തന്നെ എഴുതണം. റൈറ്റ് 5 ടൈംസ് തന്നെ എഴുതി ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരരുത്. ഓക്കെ, ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. നീറ്റായിട്ട് എഴുതുക. ഓക്കെ ചിൽഡ്രൻ.